ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴ തോരും മുമ്പേ റിവ്യൂയിലേക്ക് സ്വാഗതം. മാലതി ബാലചന്ദ്രനോട് പറയുന്നു, നിങ്ങളുടെ കുടുംബം തകർന്നു പോകും ബാലചന്ദ്ര, അതുകൂടി നിങ്ങൾ ഓർക്കണം. ബാലൻ ചോദിക്കുന്നു, ഇനി എനിക്കെന്ത് കുടുംബം? ഇനി ബാലചന്ദ്രനില്ല, അയാളുടെ ലൈഫ് സ്പോയിലായി തീർന്നു, ഫിനിഷിംഗ് പോയിന്റിൽ നിൽക്കുക. ഞാൻ ഇനിയും എന്നെ പോലും നോക്കുന്നില്ല, പിന്നെയല്ലേ കുടുംബം? കള്ളത്തരവും ചതിയും വഞ്ചനയും കൊണ്ട് മോടി പിടിപ്പിച്ച കുടുംബം. ഗംഗൻ പറയുന്നു, സത്യം പറഞ്ഞാൽ ബാലചന്ദ്രന്റെ നിർബന്ധപ്രകാരമാ അന്ന് നിങ്ങൾ തമ്മിലുള്ള മാരേജ് നടന്നത്. പ്രപ്പോസലുമായി വന്നത് ബാലചന്ദ്രനായിരുന്നു. ശിവനും രാജീവിനും ഒട്ടും താല്പര്യമില്ലായിരുന്നു. വൈജയന്തിയാണെങ്കിൽ ആദ്യമേ തന്നെ നിങ്ങളുടെ പ്രപ്പോസൽ തള്ളിക്കളഞ്ഞതാ. ആദ്യം നിങ്ങളോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അമ്മയും ഞാനും കൂടി നിർബന്ധിച്ച അവളെ കൊണ്ട് സമ്മതിപ്പിച്ചത്. അച്ഛന് നിങ്ങളോട് അനുകമ്പയുണ്ടായിരുന്നു. ആ പഴയ സംഭവം ഓർത്തിട്ടായിരിക്കും. ബാലൻ പറയുന്നു, നിങ്ങളുടെ അനുജത്തി ഏതോ ഒരുത്തന്റെ കൂടെ വ്യഭിചരിച്ച് കുഞ്ഞിനെ പ്രസവിച്ചതിന്റെ ന്യായീകരണമാണോ ഞാൻ ഈ കേൾക്കുന്നത്? ഞാനൊരു പ്രപ്പോസൽ മുമ്പോട്ട് വെച്ചതാണ് വലിയ അപരാധം. അതിന്റെ പേരിൽ എന്നെ ചതിക്കാം, വഞ്ചിക്കാം, എന്ത് തെമ്മാടിത്തരവും കാണിക്കാം അല്ലെ? അതിനെല്ലാം ലൈസൻസ് കിട്ടിയവരാണല്ലോ നിങ്ങൾ കൈതയ്ക്കൽ മാളിക വീട്ടിൽ തമ്പുരാക്കന്മാരും തമ്പുരാട്ടിമാരും. മാലതി പറയുന്നു, ബാലചന്ദ്ര, അങ്ങനെയൊന്നും ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങളെ ചതിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടാണോ വൈജ മറ്റൊരാളെ പ്രണയിച്ചത്? ഒരിക്കലുമല്ല, അതെല്ലാം സാഹചര്യം കൊണ്ട് സംഭവിച്ചു പോയതാ. രംഗം പറയുന്നു, നിങ്ങൾ കല്യാണം ആലോചിച്ചു വരുന്നതിന് മുമ്പ് പല നല്ല കല്യാണാലോചനകൾ അവൾക്ക് വന്നു. അതൊന്നും വൈജയന്തി സ്വീകരിച്ചില്ല. അവൾക്ക് കല്യാണമേ വേണ്ട, ദാമ്പത്യ ജീവിതമേ വേണ്ട. ജീവിതം തന്നെ വെറുത്ത് കഴിയുമ്പോഴാ ബാലചന്ദ്രൻ പ്രപ്പോസലുമായിട്ട് വന്നത്. അച്ഛനാണ് ആദ്യം ഒരു താല്പര്യം കാണിച്ചത്. ശിവനും രാജീവനും എതിർത്തുവെങ്കിലും അച്ഛൻ അനുകൂലിച്ചു. അപ്പോഴും വൈജയ്ക്ക് സമ്മതമില്ലായിരുന്നു. ബാലൻ പറയുന്നു, ഇഷ്ടമല്ലെങ്കിൽ സാധ്യമല്ലെന്ന് മുഖത്ത് നോക്കി പറയണമായിരുന്നു. ഞാൻ നിങ്ങളുടെ സഹോദരിയെ പിടിച്ചുകെട്ടി കുതിരപ്പുറത്ത് കയറ്റി കൊണ്ടുപോയതൊന്നും അല്ലല്ലോ. ആണോ? മാന്യമായിട്ട് ജാതകം നോക്കി മുഹൂർത്തം തീരുമാനിച്ച് നിശ്ചയത്തിനും കല്യാണത്തിനുമുള്ള മുഹൂർത്തം നോക്കി നടത്തിയ കല്യാണം തന്നെയല്ലേ? എന്നിട്ട് നിങ്ങൾ എന്നോട് ചെയ്ത ചതിയുടെ ഉത്തരവാദിത്തം എന്റെ തലയിൽ തന്നെ കെട്ടിവെക്കാൻ നോക്കുന്നു. ചെറ്റത്തരമാണ് നിങ്ങൾ കാണിച്ചത്. അങ്ങനെ ബാലൻ ഗംഗന്റെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ ദേഷ്യത്തോടു കൂടി വിരൽ ചൂണ്ടി ഗംഗൻ പറയുന്നു, ബാലചന്ദ്രൻ, മൈൻഡ് യുവർ വേർഡ്സ്. മാലതി പറയുന്നു, ഗംഗേട്ട വേണ്ട വേണ്ട, ഞാൻ ബാലചന്ദ്രനോട് സംസാരിച്ചോളാം, ഗംഗേട്ടൻ ഇടപെടണ്ട. ഇത് കേട്ട് ഗംഗൻ അവിടെ നിന്ന് പോകുമ്പോൾ മാലതി പറയുന്നു, ബാലചന്ദ്രൻ ഇരിക്ക് പ്ലീസ്, ഇരിക്ക് പ്ലീസ്. ഇത് കേട്ട് ബാലൻ അവിടേക്ക് ഇരിക്കുമ്പോൾ അരികിലേക്കിരുന്ന മാലതി പറയുന്നു, ഗംഗേട്ടൻ പറഞ്ഞത് സത്യമാ. വൈജയ്ക്ക് ബാലചന്ദ്രനുമായുള്ള വിവാഹം ഇഷ്ടമല്ലായിരുന്നു. ലോകത്ത് ഒരു പുരുഷനെയും കല്യാണം കഴിക്കാൻ അവൾ തയ്യാറല്ലായിരുന്നു. ഗംഗേട്ടൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല. ഒരാളെ വഞ്ചിച്ചുകൊണ്ട് ആ മനുഷ്യന്റെ ഭാര്യയായി ജീവിക്കാനും അയാളെ ഭർത്താവായി കണ്ട് സ്നേഹിക്കാനും ബഹുമാനിക്കാനും സാധ്യമല്ല എന്ന് വൈജ അന്നേ ആണയിട്ട് പറഞ്ഞതാ. ബാലൻ പറയുന്നു, അവൾ അത് അക്ഷരം പ്രതി പാലിക്കുന്നുണ്ട്. കല്യാണത്തിന് ശേഷം കഴിഞ്ഞുപോയ കാലം ഇത്രയും അവൾ എന്നോടുള്ള സ്നേഹശൂന്യതയും ബഹുമാനമില്ലായ്മയും അഹന്തയും ഒക്കെ കാത്തു സൂക്ഷിച്ചു പോകുന്നുണ്ട്. മാലതി പറയുന്നു, അത് നിങ്ങളോടുള്ള വിരോധം കൊണ്ടല്ല ബാലചന്ദ്ര. അവളുടെ മനസ്സിൽ 23 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ വലിയ മുറിവ് അത് ഉണങ്ങിയിട്ടില്ല. മലിനപ്പെട്ടവളാണെന്നുള്ള ബോധത്തോടുകൂടി നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഭാര്യയായി ജീവിക്കുമ്പോൾ അവൾക്ക് അവളെ തന്നെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും കഴിയുന്നില്ല. സ്നേഹം അഭിനയിക്കാനും അവൾക്കറിയില്ല. അതാണ് അവളുടെ ക്യാരക്ടർ. ബാലൻ പറയുന്നു, അവളുടെ ക്യാരക്ടർ എനിക്ക് മനസ്സിലായി. അവളുടെ മാത്രമല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെയും. നിങ്ങൾ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ആരെ വേണമെങ്കിലും ചതിക്കും, കുതികാൽ വെട്ടും, ഒറ്റിക്കൊടുക്കും, ചവിട്ടി താഴെയിടും. നിങ്ങൾ എന്ത് ചെയ്യാനും മടിക്കില്ല. മാലതി പറയുന്നു, അങ്ങനെ അടച്ചാക്ഷേപിക്കരുത് ബാലചന്ദ്ര. ഞങ്ങളും മനുഷ്യരാ. ഒരല്പമെങ്കിലും സന്മനസ് അവശേഷിക്കുന്നുണ്ടെങ്കിൽ ബാലചന്ദ്രൻ എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം. ഞാൻ കൈതയ്ക്കൽ മാളിക വീട്ടിൽ ജനിച്ചു വളർന്നവളല്ല, വന്നു കയറിയവളാ. എനിക്ക് ആരെയും വെള്ളം പൂശേണ്ട ആവശ്യമില്ല. എനിക്ക് ആദ്യം മുതലേ എല്ലാം അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വൈജയന്തി ആദ്യമായി ആഗ്രയിൽ വന്നത് മുതലുള്ള സകലതിനും ഞാൻ പ്രത്യക്ഷമായോ പരോക്ഷമായോ സാക്ഷിയാണ്. തുടർന്ന് വൈജയന്തിയുടെ ഫോണിലേക്ക് വിളിച്ച ഗംഗൻ പറയുന്നു, നീ വിളിച്ചിരുന്നു എന്നാ മാലതി പറഞ്ഞു. അവൾ വൈജയന്തി പറയുകയാണ്, ഞാൻ വെറുതെ വിളിച്ചതാ. അപ്പോൾ ഗംഗൻ ചോദിക്കുന്നു, വെറുതെയോ? നീ അങ്ങനെ വെറുതെ വിളിക്കാറില്ലല്ലോ. വൈജയന്തി പറയുന്നു, ഒന്നുമില്ല ഗംഗേട്ട, ബാലചന്ദ്രൻ വിളിച്ചിരുന്നു എന്നാ ചോദിക്കാൻ വിളിച്ചതാ. ഗംഗൻ ചോദിക്കുന്നു, ബാലചന്ദ്രൻ വിളിക്കുമെന്ന് പറഞ്ഞിരുന്നു? വൈജയന്തി പറയുന്നു, ഇല്ലെന്നേ, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഗംഗൻ പറയുന്നു, ആണോ? ഞാൻ വിചാരിച്ചു ബാലചന്ദ്രൻ എന്തെങ്കിലും കാര്യത്തിന് എന്നെ വിളിക്കുമെന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരിക്കുമെന്ന്. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് വൈജയന്തി പറയുമ്പോൾ ഗംഗൻ ചോദിക്കുന്നു, അവിടെ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? വൈജയന്തി പറയുന്നു, ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഗംഗേട്ട, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഗംഗൻ ചോദിക്കുന്നു, അമ്മയ്ക്ക് എഴുന്നേറ്റ് നടക്കാറായോ? വൈജയന്തി പറയുകയാണ്, ആ, സുഖപ്പെട്ട് വരുന്നുണ്ട്. ഇനി അധിക ദിവസം വേണ്ടി വരില്ല. ഗംഗേട്ടന് മാലതിയേട്ടത്തെയും കൂട്ടി ഇങ്ങോട്ടൊന്ന് വന്നൂടെ? റിട്ടയർമെന്റ് ലൈഫ് അല്ലേ, മക്കളെ കല്യാണവും കഴിപ്പിച്ചു, ഇനി യാതൊരു ഉത്തരവാദിത്തങ്ങളും ഇല്ലല്ലോ. ഗംഗൻ പറയുന്നു, ഞാനും മാലതിയും കൂടി ഒരു ദിവസം വരാനിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് ഓരോരോ തടസ്സങ്ങൾ. നിങ്ങൾക്ക് ഇങ്ങോട്ടും വരാം. വൈജയന്തി പറയുന്നു, ഇവിടെ ബാലചന്ദ്രന്റെ തിരക്കൊഴിഞ്ഞിട്ട് ഒരു കാര്യവും നടക്കത്തില്ല. 3 കടകളും നോക്കി നടത്തണ്ടേ? ഗംഗൻ പറയുന്നു, ഇപ്പൊ അയാൾ അവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഫോൺ കൊടുക്ക്. ഒന്ന് പതറി വൈജയന്തി പറയുന്നു, ഇല്ല ഗംഗേട്ട, പുറത്തേക്ക് പോയതാ. ഗംഗൻ ചോദിക്കുന്നു, പുറത്തെവിടെ പോയി? ഷോപ്പിലേക്കോ? ഷോപ്പിൽ പോയതല്ല എന്നാ വൈജയന്തി പറയുമ്പോൾ ഗംഗൻ ചോദിക്കണം, പിന്നെ എവിടെ പോയി? വൈജയന്തി പറയുന്നു, എവിടെ പോവാണെന്ന് പറഞ്ഞിട്ടല്ല പോയത്. അതെന്താ അങ്ങനെയെന്ന് ഗംഗൻ ചോദിക്കുമ്പോൾ വൈജയന്തി പറയുന്നു, ഞാൻ ബാങ്കിലായിരുന്നു ഗംഗേട്ട, വീട്ടിൽ വന്ന് ഊണ് കഴിച്ചിട്ട് പോയതാ. ഗംഗൻ ചോദിക്കുന്നു, ആരോടും പറഞ്ഞില്ലേ എവിടെ പോയെന്ന്? അപ്പോൾ വൈജയന്തി പറയുകയാണ്, അല്ല, പറയാതെ പോകുന്ന ആളല്ല, മറന്നുപോയി കാണും. ഗംഗൻ
ചോദിക്കുന്നു, ഫോണിൽ വിളിച്ച് ചോദിച്ചൂടായിരുന്നോ വൈജയന്തിനക്ക്? വൈജയന്തി പറയുന്നു, വിളിച്ചപ്പോ ഫോൺ എടുത്തില്ല, ചിലപ്പോ അങ്ങനെയാ, ബിസിയാണെങ്കിൽ ഫോൺ എടുക്കത്തില്ല. ഗംഗൻ ചോദിക്കുന്നു, നിങ്ങൾ തമ്മിൽ പിണക്കമൊന്നും ഇല്ലല്ലോ? വൈജയന്തി പറയുന്നു, ഇല്ലെന്നേ, എന്തിനാ പിണങ്ങുന്നത്? ഗംഗൻ ചോദിക്കുന്നു, നീ പിന്നെ എന്തിനാ ബാലചന്ദ്രൻ വിളിച്ചിരുന്നോന്ന് മാലതിയോട് ചോദിച്ചത്? വൈജയന്തി പറയുന്നു, അല്ല ഒന്നുമില്ല, ഞാൻ വെറുതെ കുശലം ചോദിച്ചതാ. ഗംഗൻ പറയുന്നു, ബാലചന്ദ്രൻ വിളിച്ചോ ഇല്ലയോന്ന് കുശലം ചോദിക്കേണ്ടത് മാലതിയോടല്ലോ, എന്നോടല്ലേ? വൈജയന്തി പറയുന്നു, അല്ല, ഗംഗേട്ടൻ വീട്ടിലില്ലാന്ന് എനിക്കറിയില്ലായിരുന്നു. ഗംഗൻ പറയുന്നു, ഞാൻ വീട്ടിലുണ്ടെങ്കിലും നീ എന്റെ നമ്പറിലേക്കല്ലേ വിളിച്ചു ചോദിക്കേണ്ടത്? ബാലചന്ദ്രൻ വിളിച്ചിരുന്നോന്ന്? ബാലചന്ദ്രൻ ഒരിക്കലും മാലതിയെ വിളിച്ച് സംസാരിക്കാറില്ല, അയാൾ എന്നെ പോലും വിളിക്കാറില്ല. വൈജയന്തി ചോദിക്കുന്നു, ഇതിപ്പം ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് പുലിവാലായോ? ഗംഗൻ പറയുന്നു, നിന്റെ ചോദ്യത്തിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. വൈജയന്തി പറയുന്നു, എന്നാലേ ഞാൻ ആ ചോദ്യം ഇങ്ങ് പിൻവലിച്ചു. ഗംഗൻ പറയുന്നു, വൈജയ്, വീടിനടുത്ത് കിടന്ന് ഉരുളാതെ കാര്യം പറ, ബാലചന്ദ്രനുമായിട്ട് എന്താ പ്രശ്നം? വൈജയന്തി പറയുന്നു, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, അതേ ഉള്ളു പ്രശ്നം. ഗംഗൻ പറയുകയാണ്, അതിൽ തന്നെ 2-3 കാര്യങ്ങൾ സ്പഷ്ടമാണല്ലോ. എന്തൊക്കെയാ 3 കാര്യങ്ങളെന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ ഗംഗൻ പറയുന്നു, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അയാള് പിണക്കമാണെന്നല്ലേ? അതൊന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങളോട് പറഞ്ഞിട്ടല്ല അയാൾ പോയിരിക്കുന്നത്. മൂന്നാമത്, അയാൾ എവിടെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയില്ല. ഇതിൽ നിന്നെല്ലാം ഞാൻ എന്ത് മനസ്സിലാക്കണം? വൈജയന്തി പറയുന്നു, അത് ഒന്നുമില്ല ഗംഗേട്ടാ. ഗംഗേട്ടൻ വറീഡാകണ്ട. ഗംഗൻ പറയുന്നു, എന്തോ പ്രശ്നമുണ്ട്. നീ പറയണ്ട, ഞാൻ കമലയോ മനുവിനെയോ വിളിച്ചു ചോദിച്ചോളാം, അല്ലെങ്കിൽ ബാലചന്ദ്രന്റെ നമ്പർ എന്റെ കയ്യിലുണ്ട്. വൈജയന്തി പറയുന്നു, ബാലചന്ദ്രനെ വിളിച്ചാൽ കിട്ടത്തില്ല ഗംഗേട്ടാ, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. ഗംഗൻ ചോദിക്കുന്നു, വൈജയ്, അയാൾ എപ്പോഴാ വീട്ടിൽ നിന്ന് പോയത്? ഇന്നലെന്ന് വൈജയന്തി പറയുമ്പോൾ ഗംഗൻ പറയുന്നു, നീ എന്തൊക്കെയോ മറച്ചു വെച്ചാണ് ഇതുവരെ എന്നോട് സംസാരിച്ചത്. വൈജയ് പറയുകയാണ്, ഒന്നും മറച്ചു വെച്ചിട്ടില്ല ഗംഗേട്ടാ, സത്യമായിട്ടുമില്ല. ഇന്നലെ മുതൽ ആളെ കാണാനില്ല, അത്രേ ഉള്ളു പ്രശ്നം. ഗംഗൻ ചോദിക്കുന്നു, നിങ്ങൾ തമ്മിൽ വഴക്കൊന്നും ഇല്ലായിരുന്നല്ലോ, എന്തിനു വഴക്കുന്ന? വൈജയന്തി ചോദിക്കുമ്പോൾ ഗംഗൻ ചോദിക്കുകയാണ്, എന്തെങ്കിലും സൗന്ദര്യപ്പിണക്കം? വൈജയന്തി പറയുന്നു, ഒന്നുമില്ലെന്നേ. എന്തെങ്കിലും കാരണം വേണ്ടേ വഴക്കിന്? ഗംഗൻ പറയുകയാണ്, എങ്കിൽ നീ ധൈര്യമായിട്ടിരിക്കുക, അയാൾ എന്തെങ്കിലും ബിസിനസ് കാര്യത്തിന് പോയതായിരിക്കും, ഫോൺ വല്ലയിടത്തും മറന്നു വെച്ച് കാണും, അല്ലെങ്കിൽ ചാർജ് തീർന്നിട്ടുണ്ടാകും, നീ വിഷമിക്കാതിരുന്നാ മതി. വൈജയന്തി പറയുന്നു, സത്യം പറഞ്ഞാൽ എനിക്കൊരല്പം ടെൻഷൻ ഉണ്ട് ഗംഗേട്ടാ, ഇതാദ്യത്തെ സംഭവമാ ഇങ്ങനെ ആരോടും പറയാതെ ഒരു പോക്ക് പോകുന്നത് പോലെ പോകുന്നത്. ഗംഗൻ പറയുന്നു, അയാൾക്ക് ബിസിനസ് സംബന്ധിച്ച എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരിക്കും, നിന്നെ കൂടി അറിയിച്ച് വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും പറയാതിരുന്നത്. പുരുഷന്മാരെല്ലായ്പ്പോഴും അവരുടെ പ്രശ്നങ്ങൾ ഭാര്യമാരോട് ഷെയർ ചെയ്യണമെന്നില്ല, അതിന്റെ പേരിൽ അവരോട് വഴക്കിടാൻ ചെല്ലരുത്. ഞാൻ പിന്നെ വിളിക്കാം, എനിക്കൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്, നോക്കട്ടെ. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് ടെൻഷനോടുകൂടി ആലോചിച്ച് നിൽക്കുകയാണ് ഗംഗൻ. പിന്നീട് കാണിക്കുന്നത്, മദ്യപിച്ച് ബോധം കെട്ടതുപോലെ ടേബിളിലേക്ക് ചാരി കിടക്കുകയാണ് ബാലൻ. മാലതി ബാലനെ നോക്കി പതിയെ ചുമയ്ക്കുകയാണ്. ബാലൻ അറിയുന്നില്ല. മാലതി ഒന്ന് ആലോചിച്ച് ബാലചന്ദ്രനെ വിളിക്കുമ്പോൾ ബാലചന്ദ്രൻ വിളി കേൾക്കുകയാണ്. മാലതി പറയുന്നു, ബാലചന്ദ്രൻ ഞാൻ പറഞ്ഞതെല്ലാം കേട്ടതല്ലാതെ ഒരു വാക്ക് പോലും തിരിച്ചു പറഞ്ഞില്ലല്ലോ. ബാലൻ പറയുന്നു, നിങ്ങൾ പറഞ്ഞ കഥകളൊക്കെ ഗംഭീരം, ഒന്നാന്തര സ്റ്റോറി, കേൾക്കാൻ നല്ല രസം. പക്ഷെ അത് എനിക്കല്ല, മൂന്നാമതൊരാൾക്ക്. ഞാൻ ചതിക്കപ്പെട്ട ഭർത്താവിന്റെ വേഷം കെട്ടിക്കൊണ്ട് നിൽക്കുക, എനിക്ക് നീതി കിട്ടണം. മാലതി പറയുന്നു, ബാലചന്ദ്ര, ഈ സംഭവങ്ങളൊക്കെ നടന്നത് 22 വർഷങ്ങൾക്ക് മുമ്പാണ്. ആ ഭൂതകാലം ഇതുവരെ നിങ്ങളെ ഒരു വിധത്തിലും ബാധിച്ചിട്ടില്ല, ഇനി ബാധിക്കാനും പോകുന്നില്ല. അത് ജീർണിച്ച് നശിച്ചു കഴിഞ്ഞു. ദേഷ്യത്തോടുകൂടി ബാലൻ ചോദിക്കുന്നു, നിങ്ങളോട് ആര് പറഞ്ഞു ജീർണിച്ച് നശിച്ചു പോയിന്ന്? 22 വർഷങ്ങൾക്ക് മുമ്പ് വൈജയന്തി പിഴച്ച് പ്രസവിച്ച ആ കുഞ്ഞെവിടെ? മാലതി പറയുന്നു, അത് ഞാൻ പറഞ്ഞല്ലോ, പ്രസവത്തിൽ തന്നെ ആ കുഞ്ഞ് മരിച്ചുപോയെന്ന്. ബാലൻ പറയുന്നു, അത് നിങ്ങളുടെ രാവുണ്ണി അമ്മാവൻ വൈജയന്തിയെ വിശ്വസിപ്പിക്കാൻ വേണ്ടി മെനഞ്ഞ കള്ളക്കഥ. ആ പെൺകുഞ്ഞിന് എന്ത് സംഭവിച്ചു? ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചുപോയോ? എന്നോട് സത്യമേ പറയാവൂ, കാരണം എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ട് വന്ന് നിൽക്കുന്നവരാണ് ഞാൻ. മാലതി പറയുന്നു, ആ കുഞ്ഞ് മരിച്ചുപോയെന്ന് വൈജയോട് പറഞ്ഞത് കള്ളമായിരുന്നു. അപ്പോൾ ബാലൻ പറയുകയാണ്, അതറിഞ്ഞിട്ടാണ് ചോദിച്ചത്. ആ കുഞ്ഞിനെ നിങ്ങളും നിങ്ങളുടെ ഭർത്താവിന്റെ കുടുംബക്കാരും കൂടി എന്ത് ചെയ്തെന്ന്? മാലതി പറയുന്നു, അതിനെ ഏതോ ഒരു ഓർഫനേജിൽ ഏൽപ്പിച്ചു എന്നാ രാവുണ്ണി അമ്മാവൻ പറഞ്ഞത്. ബാലൻ ചോദിക്കുന്നു, ഏത് ഓർഫനേജിൽ, എവിടെ? മാലതി പറയുന്നു, അത് രാവുണ്ണി അമ്മാവൻക്ക് മാത്രമേ അറിയത്തുള്ളൂ, ഗംഗേട്ടിന് പോലും അറിയില്ല. ബാലൻ പറയുന്നു, കുഞ്ഞിരാമ മേനോൻ അറിയാമായിരുന്നു. മാലതി പറയുകയാണ്, ശരിയായിരിക്കും, പക്ഷേ ആ കുഞ്ഞ് ഓർഫനേജിൽ 2 വർഷം മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ, എന്തോ അസുഖം വന്ന് മരിച്ചുപോയി. ഇതാര് പറഞ്ഞുവെന്ന് ബാലൻ ചോദിക്കുമ്പോൾ മാലതി പറയുന്നു, രാവുണ്ണി അമ്മാവൻ ഗംഗേട്ടനോട് പറഞ്ഞതാ. ബാലൻ ചോദിക്കുന്നു, അത് സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിച്ചോ? അപ്പോൾ മാലതി പറയുകയാണ്, അവിശ്വസിക്കേണ്ട കാര്യമില്ലായിരുന്നു, ഇനി സത്യം എന്താണെന്ന് അറിയാനും നിവൃത്തിയില്ല. രാവുണ്ണി അമ്മാമ്മ മരിച്ചുപോയി, അച്ഛനും ജീവിച്ചിരിപ്പില്ല. ബാലൻ പറയുന്നു, അത് ശരിയാ, സത്യം അറിയാവുന്ന 2 പേരും മരിച്ചുപോയി, പക്ഷേ സത്യം ജീവിച്ചിരിക്കുക, സത്യത്തിന് മരണമില്ല, സത്യത്തിന് മരണമില്ല. ഇത് കേട്ട് സംശയത്തോടു കൂടി എന്ന് ആലോചിച്ച് മാലതി പറയുന്നു, ബാലചന്ദ്ര, വൈജിയോട് നിങ്ങൾക്ക് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ തെറ്റ് മാപ്പാക്കിക്കൂടെ ബാലചന്ദ്ര? ബാലൻ പറയുന്നു, വൈജിയോട് ഞാൻ ക്ഷമിക്കില്ല, ഗംഗേട്ടനോടും ഞാൻ ക്ഷമിക്കില്ല, കുഞ്ഞിരാമ മേനോനോടും രാവുണ്ണി മേനോനോടും ഞാൻ ക്ഷമിക്കില്ല. അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റാ, വഞ്ചനയാ, ചതിയാ, അതിന് മാപ്പില്ല. മാലതി പറയുന്നു, ഈ ഭൂമിയിൽ നമുക്കെല്ലാം ജീവിതം ഒന്നേ ഉള്ളൂ ബാലചന്ദ്ര. വലിയ മനസ്സുള്ളവർ ക്ഷമ കൊണ്ടും സ്നേഹം കൊണ്ടും സ്വയം പ്രകാശിക്കും, അതിന്റെ വെളിച്ചവും സൗന്ദര്യവും മറ്റുള്ളവർക്ക് കൂടി പങ്കിട്ടു കൊടുക്കും. ഇടുങ്ങിയ മനസ്സുള്ളവർ എല്ലാ
വെളിച്ചവും അണച്ചു കളഞ്ഞ് ചുറ്റും ഇരുട്ട് നിറയ്ക്കും. ബാലചന്ദ്രൻ വലിയ മനസ്സുള്ള ആളാണെന്നാ എന്റെ വിശ്വാസം. ഇത് കേട്ട് ബാലൻ പറയുന്നു, നിങ്ങളുടെ വലിയ മനസ്സ് ഞാൻ കണ്ടു. ഭീകരം, ഭീവത്സം. ആ കണക്കിൽ തന്നെ തിരിച്ചു തരാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. മാലതി പറയുന്നു, ബാലചന്ദ്ര പ്ലീസ്, പക കൊണ്ട് നമ്മളൊന്നും നേടുന്നില്ല. ബാലൻ പറയുന്നു, നിങ്ങളുടെ ഭർത്താവിനെ വിളിക്ക്, എനിക്ക് പോണം. നോ മോർ ആർഗ്യുമെന്റ്സ്. അങ്ങനെ ബാലൻ മാലതിയുടെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ ബാലചന്ദ്രനെ ഒന്ന് നോക്കിയിട്ട് മാലതി അവിടെ നിന്ന് പോകുകയാണ്. തുടർന്ന് അരികിലേക്ക് വന്ന മാലതിയോട് ഗംഗൻ ചോദിക്കുന്നു, എന്തായി, അയാൾ മെരുങ്ങിയോ? മാലതി പറയുന്നു, ഒരു രക്ഷയില്ല ഗംഗേട്ട, കാട്ടുതീ പോലെ പച്ചയ്ക്ക് കത്തിക്കൊണ്ട് നിൽക്കുക. ഗംഗൻ പറയുന്നു, വൈജയോട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു ഞാൻ. മാലതി ചോദിക്കുകയാണ്, അവൾ എന്ത് പറഞ്ഞു? ഗംഗൻ പറയുകയാണ്, ബാലചന്ദ്രൻ എങ്ങോട്ട് പോയെന്ന് അവൾക്ക് അറിഞ്ഞൂടാ. ഒരു കലഹമോ പിണക്കമോ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് അവള് പറയുന്നത്. ബാലചന്ദ്രന് ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നതെന്ന് അവൾക്ക് ഒരു തരി സംശയം പോലും ഇല്ല. മാലതി ചോദിക്കുന്നു, പിന്നെ ബാലചന്ദ്രൻ മാത്രം എങ്ങനെ അറിഞ്ഞു 23 വർഷം മുമ്പ് നടന്ന കാര്യങ്ങൾ? ഗംഗൻ പറയുന്നു, അതാ എനിക്ക് മനസ്സിലാകാത്തത്. മാലതി ചോദിക്കുന്നു, നാട്ടിലുള്ള ആരെങ്കിലും? അപ്പോൾ ഗംഗൻ ചോദിക്കാണ്, ആര്? വൈജ പ്രസവിച്ച ചരിത്രം അറിയാവുന്നത് നമുക്കും ശിവനും രാജീവനും അമ്മയ്ക്കും മാത്രമാ. കമലയ്ക്ക് പോലും ഒന്നും അറിയില്ല. മാലതി ചോദിക്കുന്നു, രാവുണ്ണി അമ്മാമ്മയുടെ വീട്ടിലുള്ള ആരെങ്കിലും ബാലചന്ദ്രൻ മീറ്റ് ചെയ്തിട്ടുണ്ടാകുമോ? ഗംഗൻ പറയുന്നു, രാവുണ്ണി അമ്മാമ്മ മരിച്ചിട്ട് വർഷം എത്രയായി? അദ്ദേഹത്തിന്റെ ഒരു മകൾ സ്വിറ്റ്സർലാൻഡിലാ സെറ്റിൽ ചെയ്തിരിക്കുന്നത്, മകൻ ഓസ്ട്രേലിയയിലും. ഇളയ മകളാ ശാസ്തമംഗലത്തുള്ളത്. അവർക്കൊന്നും അറിഞ്ഞുകൂടാ. മാലതി പറയുന്നു, ഒരുപക്ഷെ അമ്മാമ്മയുടെ മൂത്ത മക്കൾ ഒത്തുകൂടിയപ്പോൾ ഇതൊക്കെ ഒരു സംസാര വിഷയമായിട്ടുണ്ടാകാം. ഗംഗൻ ചോദിക്കുന്നു, അതെങ്ങനെ? ഒരു കാരണം വേണ്ടേ? മാലതി പറയുന്നു, വൈജ പ്രസവിച്ച കുട്ടി 2 വർഷത്തിനുള്ളിൽ ഓർഫനേജിൽ വെച്ച് എന്തോ രോഗം വന്ന് മരിച്ചുപോയെന്ന് രാവുണ്ണി അമ്മാമ്മ നമ്മളോടെല്ലാം പറഞ്ഞത് സത്യമായിരുന്നോ ഗംഗേട്ട? ഗംഗൻ ചോദിക്കുന്നു, രാവുണ്ണി അമ്മാമ്മ നമ്മളോട് എന്തിനാ കള്ളം പറയുന്നത്? അച്ഛനും അമ്മാമ്മയ്ക്കും മാത്രമേ അറിയുകയുള്ളായിരുന്നു ഏത് ഓർഫനേജ് ആണെന്ന് പോലും. അവർ രണ്ടുപേരും പോയില്ലേ? മാലതി പറയുന്നു, എനിക്ക് തോന്നുന്നത് ആ കുട്ടി മരിച്ചുപോയെന്ന് രാവുണ്ണി അമ്മാമ്മ പറഞ്ഞത് കള്ളമായിരുന്നു എന്നാ. മരിച്ചുപോയെന്ന് പറഞ്ഞാ പിന്നെ ആരും ഒരിക്കലും അന്വേഷിക്കത്തില്ലല്ലോ. ഗംഗൻ പറയുന്നു, ഓക്കെ, പക്ഷെ ഇത് ആരും ഇപ്പൊ പൊക്കിക്കൊണ്ടുവന്നു. എങ്ങനെ ബാലചന്ദ്രൻ അറിഞ്ഞു? അയാളോട് ചോദിച്ചിട്ട് പറയുന്നില്ല. മാലതി പറയുന്നു, ബാലചന്ദ്രന് വിവരം കൈമാറിയ ആള് സോഴ്സ് വെളിപ്പെടുത്തരുതെന്ന് നിർബന്ധിച്ചിട്ടുണ്ടാകും. അതിന്റെ അർത്ഥം നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആരോ ആണ് വൈജയെ ഒറ്റുകൊടുത്തിരിക്കുന്നത്. കാരണം വൈജ പ്രസവിച്ചത് ഒരു പെൺകുട്ടിയാണെന്ന് പോലും ബാലചന്ദ്രൻ അറിയാം. അവളുടെ വയസ്സും വർഷവും അറിയാം. ഇത് കേട്ട് ടെൻഷനോട് കൂടി നിൽക്കുന്ന ഗംഗനെ കാണിച്ച ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. സത്യങ്ങളെല്ലാം അറിഞ്ഞ് കലിതുള്ളി നിൽക്കുന്ന ബാലചന്ദ്രന്റെ അരികിലേക്ക് ചെല്ലുകയാണ് ഗംഗനും മാലതിയും. ബാലൻ പറയുന്നു, ഒരു കത്തി എടുത്ത് മുറിച്ചിടാൻ പറ്റുമായിരുന്നെങ്കിൽ ഇപ്പോ ഇവിടെ നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാനത് അറുത്ത് മുറിച്ചേനെ. ഇത് കേട്ട് വിഷമത്തോടു കൂടി നിൽക്കുകയാണ് ഗംഗനും മാലതിയും. പിന്നീട് കാണിക്കുന്നത് മനു ഫോണിലൂടെ വൈജയന്തിയോട് പറയുന്നു, ആന്റിക്ക് മാനക്കേടാണെന്ന് തോന്നുന്നെങ്കിൽ പോലീസിൽ അറിയിക്കേണ്ട. ഹസ്ബൻഡാണ് വരുതെങ്കിൽ പോലീസിൽ അറിയിക്കുക. ഇത് കേട്ട് വൈജയന്തി ആലോചിച്ച് നിൽക്കുകയാണ്. തുടർന്ന് ഗംഗനും മാലതിയും മാറിയെന്ന് സംസാരിക്കുകയാണ്. ഗംഗൻ പറയുന്നു, ആ കുഞ്ഞിനെ ഓർഫനേജിന് കൈമാറിയെന്നറിഞ്ഞാൽ അവള് നമ്മളോടെല്ലാം യുദ്ധത്തിന് വരും. താൻ പ്രസവിച്ച കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്ന് വൈജയന്തി അറിയുമോ എന്നുള്ള ഭയത്തിലാണ് മാലതിയും ഗംഗനും. തുടർന്ന് ബാലൻ വളരെ വിഷമത്തോടുകൂടി ഗംഗനോടും മാലതിയോടും സംസാരിക്കുകയാണ്. ബാലൻ പറയുന്നു, എനിക്കൊരു കുടുംബം ഒന്നും ഉണ്ടായിരുന്നില്ല മാലതിയെടുത്തി, അത് വെറും ഒരു പൊട്ട സങ്കല്പം മാത്രമായിരുന്നു. ബാലചന്ദ്രന്റെ വാക്കുകൾ കേട്ട് വളരെ വിഷമത്തോടുകൂടി നിൽക്കുകയാണ് ഗംഗനും മാലതിയും. തുടർന്ന് ബാലചന്ദ്രൻ എവിടെ പോയെന്നറിയാതെ മനുവിന്റെ വാക്കുകൾ കേട്ട് പോലീസിൽ അറിയിക്കണമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് വൈജയന്തി. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.